ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണെന്ന് മുത്തുനബി പറഞ്ഞ വാർത്തയുണ്ടല്ലോ. പ്രവാചകന്റെ മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെത്തുകയാണ്. അവർക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഭാര്യമാരോടും അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതവരവരുടെ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയുമായിരുന്നു, ഖദീജ ഖദീജ, എന്റെ ഖദീജ എങ്ങനെയാണ്, എന്റെ ഖദീജ ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് മരിക്കുന്ന കാലം വരെ ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കുമായിരുന്നു. പ്രവാചകന് ഖദീജയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരുത്തരോടും പ്രവാചകന് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് നബി തങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിക്കുകയാ. എല്ലാവരും ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. ചോദിക്കുന്നത്, ഫാത്തിമത്തു ഖിതഅതു മിൻ ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ പൊന്നുമോളാണ്. അവിടെന്ന് ചോദിക്കുന്നത്, വാപ്പാ എന്നെക്കാലും ഇഷ്ടം ആയിഷയോടാണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് ചോദിക്കുമ്പോ മുത്തുനബി തന്റെ പൊന്നാര മകളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? മോളെ ഫാത്തിമ, എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്നെ നിനക്കിഷ്ടമാണോ ഫാത്തിമ? എന്തൊരു ചോദ്യമാ വാപ്പാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. നിങ്ങൾ എന്റെ കരളിന്റെ കഷ്ടമല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനോട് പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ ഫാത്തിമ, ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും സ്നേഹിക്കണം ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് അവിടെന്ന് പറയുന്നു, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും അവിടെന്ന് ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തു നിന്ന് മടങ്ങി പോവുകയാ. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി സന്തോഷം കാരണം അവിടുന്ന് തുള്ളിച്ചാടുകയാ. കാരണം റസൂലുള്ളാഹി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകനെ കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവി ചിരിക്കുന്നുണ്ട്, വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയോട് പറയുന്നു, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ദുആ ചെയ്യാം ആയിഷ. ഇല്ല നബിയേ, ഇപ്പൊ ദുആ ചെയ്യണം നബിയേ, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണമെന്ന്